മാമ്പഴം കൊണ്ട് നല്ലൊരു പുളിശ്ശേരി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു 4-5 മാമ്പഴം ഇവിടെ തൊലി കളഞ്ഞ് ചെത്തി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ വലിയ സൈസ് മാമ്പഴം എടുക്കല്ലേ, നാടൻ മാമ്പഴം കിട്ടുവാണെങ്കിൽ അതാണ് ഒന്നും കൂടെ നല്ലത്. ഞാൻ ഈ ചെറിയ ചെറിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തൊലി കളഞ്ഞ് ഞാൻ പീസാക്കി ഒരു 5 മാങ്ങ അതിനകത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അണ്ടിയും കൂടി നമ്മൾ അതിനകത്ത് തന്നെ ഇടുന്നുണ്ട്. അത് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കുമ്പോൾ അത് അതിനകത്ത് നമുക്ക് പീച്ചെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാമ്പഴം വേവിക്കാൻ പോകുമ്പോൾ 2 തണ്ട് കരിയാപ്പിലയും ഒരു സവോളയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് അതിൻ്റെ കൂടെ ഞാൻ ഇടാനുള്ളതാണ്. പിന്നെ 1 സ്പൂൺ ഉലുവ ഉണ്ട്. ഒരു 5 വറ്റൽമുളക് വേണം നമുക്ക്. അതും ഇത് നമുക്ക് മാമ്പഴത്തിൻ്റെ കൂടെ ഇട്ട് വേവിക്കാനുള്ളതാണ്. അതിന് വേണ്ടി അരപ്പ ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഒരു വലിയ കപ്പ് തേങ്ങ വേണം. ഈ തേങ്ങയ്ക്കകത്ത് ഞാൻ 1 നുള്ളു ജീരകപ്പൊടിയും ഒരു നുള്ളു കടുകും കൂടി ഇട്ടാണ് അരയ്ക്കുന്നത്. പിന്നെ നമ്മൾ വേവിക്കാൻ സമയത്ത് മാമ്പഴത്തിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞൾ ഇട്ട് വേവിക്കും. പിന്നെ ബാക്കി നമുക്ക് അരയ്ക്കുന്നതിൻ്റെ കൂടെയും ചേർക്കാം. പിന്നെ അതിന് ഞാൻ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഉള്ളിയും 1 തണ്ട് കരിയാപ്പിലയും 2 വറ്റൽമുളകും ഇത് നമുക്ക് വറുത്തിടാനുള്ളതാണ്. ആദ്യം നമ്മൾ മാമ്പഴം ഒരു പാനിനകത്ത് ഇട്ടിട്ട് നമുക്കത് നേരത്തെ വെള്ളം ഒഴിച്ച് വേവിക്കാം. നമുക്ക് ഈ പാനിനകത്തോട്ട് ആദ്യം തന്നെ മാങ്ങ ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഈ കരിയാപ്പിലയും വെളുത്തുള്ളിയും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അതും കൂടിയും ചേർക്കാം. ഈ 5 വറ്റൽമുളക് അതും ചേർക്കാം. 1 സ്പൂൺ ഉലുവ വേണം. നമ്മൾ ഇത് മധുരമുള്ള കറി ആയതുകൊണ്ട് ചെറിയ കയ്പും മധുരം വരാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് നേരത്തെ വെള്ളം ഒഴിക്കാം. പഴുത്ത മാങ്ങ ആയതുകൊണ്ട് എളുപ്പം വെന്തോളും, ഒത്തിരി സമയമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ ചേർക്കാം. കുറച്ച് മഞ്ഞളും കൂടി ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് അത് മാമ്പഴം വേവുന്നത് വരെ നമുക്കൊരു ലിഡ് വെച്ച് മൂടി വേവിക്കാം. ഇപ്പം നമ്മുടെ മാമ്പഴം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ ഉള്ളിയും ഉലുവായും വറ്റൽമുളകും എല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ വെന്ത് നല്ലപോലെ ഇതിൻ്റെ മസാല എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇപ്പം ഇതിൻ്റെ കൂടെ ചേർക്കാം. ഈ അരപ്പിനകത്ത് ഞാൻ 1 നുള്ളി കടുകും 1 നുള്ളി ജീരകവും ചേർത്ത് അരച്ചതാണ്. ഇത് നമുക്ക് തിളപ്പിക്കേണ്ട. വെട്ടി തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത് ഓഫാക്കണം. അതുവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പം നമ്മുടെ കറി പാകത്തിനായിട്ടുണ്ട്. ഞാൻ ഇതിനി ഓഫാക്കുവാണ്. നമുക്ക് ഇതിനകത്ത് ഇനി ഉള്ളി വറുത്തിടാം. നമുക്ക് ഈ കടുകും ഉള്ളി ഇതെല്ലാം ഇതിനകത്ത് വറുത്തിടാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി നല്ല റെഡി ആയിട്ടുണ്ട്. ചോറിനകത്ത് ഒഴിച്ച് കൂട്ടാൻ വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.